എന്നാൽ ലീഗ് കാഴ്ച കണ്ട് നോക്കിയിരിക്കാൻ തയ്യാറല്ല. ലീഗിന്റെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. വളരെ കൃത്യമായ വിമർശനം പല തരത്തിലുണ്ട്. ഒന്ന് വൈകുന്നതിൽ, മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതിൽ കൃത്യമായ അമർഷവും രോഷവും ഒക്കെ ലീഗിനുണ്ട്. കാരണം കൃത്യമായ മാൻഡേറ്റ് ലഭിച്ചിട്ട് പോലും വളരെ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. അത് കാത്ത് ലീഗും കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. 22 MLA-മാരെ വിജയിപ്പിച്ച ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തുടനീളം ജനങ്ങൾ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതിൽ, മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിലും മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതിലൊക്കെ തന്നെയും ഒരു ചർച്ച, നമുക്കറിയാം കാവൽ സർക്കാരാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചോളം മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം SLC പ്രഖ്യാപനം പോലും മന്ത്രിയുടെ സാന്നിധ്യമില്ലാതെ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആ അർത്ഥത്തിൽ ദൈനംദിനമായ പല കാര്യങ്ങളും ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യങ്ങൾ സ്റ്റാൻഡായി നിൽക്കുന്ന അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം, ഒരു ജനാധിപത്യത്തിൽ ഒരു പാർട്ടികളുടെ മേൽ ഒരു ഭരണം ഏൽപ്പിക്കുമ്പോൾ അവർക്ക് കൃത്യമായ MLA-മാരുടെ ഭൂരിപക്ഷം ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ജനഹിതമുണ്ട്. അത് സർക്കാർ രൂപീകരിച്ചുകൊണ്ട് അവരുടെ സർക്കാരിൻ്റെതായ കാര്യങ്ങൾ ഭരണകൂട സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം നിർവഹിക്കുക എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യത്തിലേക്ക് അതിൽ വൈകുന്നത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്.